Good morning everyone. Welcome back to MTM Campus Educational Channel. Today we discuss the topic of Organization of Stock Exchanges in India. ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണ് എന്നത് അത് നമുക്കിന്ന് പഠിക്കാം. ഓക്കെ, ഓർഗനൈസേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ഓർഗനൈസേഷനെ കുറിച്ചാണ് പറയുന്നത്. ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1877, that is BSE. BSE ആണ് ഫസ്റ്റ് ഓർഗനൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഓൾഡസ്റ്റ് ഓർഗനൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ദെൻ അതിനുശേഷം നിലവിൽ വന്നത് ദ അഹമ്മദാബാദ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ 1894, ദ കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ 1908, ദ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ 1992. അഹമ്മദാബാദ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1894 വന്നു. ദ കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1908 വന്നു. ദി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1992 വന്നു. BSE ആൻഡ് NSE ആർ ദ ലീഡിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ദ കൺട്രി. കൺട്രിയിലെ ഏറ്റവും ലീഡിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ആണ്. പിന്നെ അറ്റ് പ്രസൻറ്റ് 23 ഓർഗനൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് 23 ഇപ്പോൾ ഉള്ളത് നിലവിൽ. ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വേരീസ് കൺട്രി ടു കൺട്രി. ഓരോ കൺട്രിയിലെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അത് ഓരോ കൺട്രിക്ക് അനുസരിച്ച് വ്യത്യാസമായിരിക്കും. അതാണ് ഇത്രയും കാര്യങ്ങളാണ് ഓർഗനൈസേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പറയുന്നത്. ഇനിയും അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് പറയുന്നുണ്ട്. ദ പ്രസൻറ്റ് ഫോംസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ ആർ. ഇപ്പോഴത്തെ പ്രസൻറ്റ് ഫോം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ പ്രസൻറ്റ് ഫോം എന്ന് പറയുന്നത് വോളണ്ടറി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. പ്രോഫിറ്റിനല്ലാത്ത വോളണ്ടറി സ്വമേധയുള്ള നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനായിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് 3 ഉണ്ടാവും. പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് 14 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും, ദ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആയിട്ടുള്ളത് 6 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുമാണ്. അപ്പം നിങ്ങൾക്കറിയാം, അങ്ങനെ 23 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണുള്ളത്. വോളണ്ടറി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ 3, പബ്ലിക് ലിമിറ്റഡ് കമ്പനി 14, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി 16 ആണ്. ഓക്കെ, ദെൻ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ the constitution of stock exchange is and its administration and orderly regulation are regulated and controlled by the Securities Contract Regulations Act 1956. അതായത് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നതും അതേപോലെ അതിനെ കൃത്യമായി റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956 ആണ്. ഇതാണ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ presently the government exercise these control through a statutory authority called SEBI, Securities and Exchange Board of India. അതായത് ഇപ്പോൾ ഗവൺമെൻറ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയിലൂടെയാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയെല്ലാം കൺട്രോൾ ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നതും. അത്തരം അതോറിറ്റീനെ പറയുന്ന പേരാണ് സെബി, അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. The management of stock exchanges is vested with the group of person known as governing body or committee of management. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആണ് എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. ആ മാനേജ്മെൻറ്റിനെ പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിൻ്റെ കയ്യിലാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ മാനേജ് ചെയ്യാനുള്ളത്. ആ മാനേജ്മെൻറ്റിനെ പറയുന്ന പേരാണ് ഗവേണിംഗ് ബോഡി ഓർ കമ്മിറ്റി ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. The governing body consists of elected member directors from stock brokers, public representatives and nominees of the government or SEBI. ഈ ഗവേണിംഗ് ബോഡിയിൽ ഇലക്റ്റഡ് മെമ്പർ ഡയറക്ടേഴ്സ് ഉണ്ട്. എന്താണ് ഇലക്റ്റഡ് മെമ്പർ ഡയറക്ടേഴ്സ് ഉണ്ട്. അതിനെ സെലക്ട് ചെയ്യുന്നത് സ്റ്റോക്ക് ബ്രോക്കേഴ്സിൽ നിന്നും
അതേപോലെ തന്നെ പബ്ലിക് റെപ്രസെൻറ്റേറ്റീവിൽ നിന്നും നോമിനീസ് ഓഫ് ദി ഗവൺമെൻറ് ഓർ സെബിയുടെ നോമിനീസിൽ നിന്നുമാണ് എന്തിനെ സെലക്ട് ചെയ്യുന്നത്, ഈ ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ദ ഗവൺമെൻറ് ഹാസ് പവർ ടു നോമിനേറ്റ് പ്രസിഡൻറ്റ് or presidents and vice presidents of the സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻറ്റിനെയും നോമിനേറ്റ് ചെയ്യാൻ ഗവൺമെൻറ്റിന് പവറുണ്ട്. അതേപോലെ ഗവൺമെൻറ് ഹാസ് ഓൾസോ പവർ ടു അപ്രൂവ് ദി അപ്പോയിൻമെൻറ്റ് ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ആൻഡ് പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ്സ്. അതേപോലെ ഗവൺമെൻറ്റിന് അതുകൂടാതെ വേറൊരു പവറും കൂടിയുണ്ട്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവിനെ അല്ലെങ്കിൽ പബ്ലിക് റെപ്രസെൻറ്റേറ്റീവിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള പവറും ഗവൺമെൻറ്റിനാണ്. ദ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് വെസ്റ്റഡ് വിത്ത് ദ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ അതോറിറ്റിയാണ്, അവരുടെ അതോറിറ്റിയിൽ വരുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇതിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. ആൻഡ് ദ പ്രസിഡൻറ്റ് ഇലക്റ്റഡ് ബൈ ദി ഗവേണിംഗ് ബോഡി. പ്രസിഡൻറ്റിനെ ഇലക്ട് ചെയ്യുന്നത് ഗവേണിംഗ് ബോഡിയാണ്. ഇത്രയും കാര്യങ്ങളാണ് മാനേജ്മെൻറ്റിനെ പറയുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സണ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കാര്യങ്ങൾ നടത്തുന്നത്. അവരെ പറയുന്ന പേരാണ് ഗവേണിംഗ് ബോഡി. ഈ ഗവേണിംഗ് ബോഡിയിൽ ഇലക്റ്റഡ് മെമ്പർ ഡയറക്ടേഴ്സ് ഉണ്ട്. അതിന് സ്റ്റോക്ക് ബ്രോക്കേഴ്സിൽ നിന്നും പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ്സിൽ നിന്നും നോമിനീസിൽ നിന്നും അതേപോലെ തന്നെ ഗവൺമെൻറ് സെബി അല്ലെങ്കിൽ ഗവൺമെൻറ് നോമിനി ചെയ്യുന്ന ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. ഗവൺമെൻറ്റിനാണ് പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻറ്റിനെയും നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം. അതേപോലെ തന്നെ ഗവൺമെൻറ്റിന് വേറൊരു അധികാരമുണ്ട്. ചീഫ് എക്സിക്യൂട്ടീവിനെയും പബ്ലിക് റെപ്രസെൻറ്റേറ്റീവിനെയും അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട്. അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ കൃത്യമായി കാര്യനിർവഹണം നടത്തുന്നത്. ആ എക്സിക്യൂട്ടീവ് ഡയറക്ടറിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. പ്രസിഡൻറ്റിനെ ഇലക്ട് ചെയ്യുന്നത് ഗവേണിംഗ് ബോഡിയാണ്. ഗവേണിംഗ് ബോഡി ഈസ് ദ സുപ്രീം അതോറിറ്റി ഓഫ് ദി എക്സ്ചേഞ്ച്. എക്സ്ചേഞ്ചിൻ്റെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ഗവേണിംഗ് ബോഡിയാണ്. ഗവേണിംഗ് ബോഡി ക്യാൻ മേക്ക് റൂൾസ് ആൻഡ് ബൈലേസ് ഓഫ് ദി എക്സ്ചേഞ്ച് in compliance of the government or SEBI guidelines. ഗവേണിംഗ് ബോഡിയാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരുന്നത്, അത് നടപ്പിലാക്കുന്നത് ഇൻ കംപ്ലയൻസ് വിത്ത് ദ ഗവൺമെൻറ് ഓർ സെബി ഗൈഡ് ലൈൻസ്. ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സെബിയുടെയോ ഗൈഡ് ലൈൻസ് പ്രകാരം ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസും ബൈലോസും കൊണ്ടുവരുന്നത് ഗവേണിംഗ് ബോഡിയാണ്. അതേപോലെ തന്നെ ദ നമ്പർ ഓഫ് വർക്കിംഗ് കമ്മിറ്റി ആർക്കുണ്ട്, ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനുണ്ട്. നമുക്കറിയാം എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നതെങ്കിലും അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ ഓഫ് വർക്കിംഗ് കമ്മിറ്റികൾ ഉണ്ടെന്ന് പറയാം. ദ ഗവേണിംഗ് ബോഡി ഹാസ് ദ പവർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് കമ്മിറ്റീസ് ലൈക്ക് ലിസ്റ്റിംഗ് കമ്മിറ്റി, ആർബിട്രേഷൻ കമ്മിറ്റി, ഡിഫോൾട്ടേഴ്സ് കമ്മിറ്റി എക്സെട്ര. അതേപോലെ തന്നെ ഗവേണിംഗ് ബോഡിക്ക് കുറേയധികം കമ്മിറ്റീസ് ഉണ്ടാക്കാനുള്ള കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള പവർ ഉണ്ട്. ആ കമ്മിറ്റി ഏതാണെന്ന് വെച്ചാൽ ലിസ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഈ കമ്പനികളെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനുള്ള കമ്മിറ്റിയാണ് ലിസ്റ്റിംഗ് കമ്മിറ്റി, ആർബിട്രേഷൻ കമ്മിറ്റി, ഡിഫോൾട്ടേഴ്സ് കമ്മിറ്റി എക്സെട്ര. ഇറ്റ് ഹാസ് ഓൾസോ പവർ ടു അഡ്മിറ്റ് ആൻഡ് എക്സ്പെൽ മെമ്പേഴ്സ്. അതേപോലെ തന്നെ ഗവേണിംഗ് ബോഡിക്കുള്ള പവർ വേറൊന്ന് മെമ്പേഴ്സിനെ അഡ്മിറ്റ് ചെയ്യാനും മെമ്പേഴ്സിനെ പുറത്താക്കാൻ, എക്സ്പെൽസ് എന്ന് പറഞ്ഞാൽ പുറത്താക്കുക, അഡ്മിറ്റ് ചെയ്യാനും പുറത്താക്കാനുള്ള പവർ ഉണ്ട് എന്നുള്ളതാണ് ഈ മാനേജ്മെൻറ്റിൻ്റെ പറയാനുള്ളത്. അപ്പോൾ ഗവേണിംഗ് ബോഡിക്കാണ് ഏറ്റവും പരമാധികാരം ഉള്ളത്. അവരുടെ അഡ്മിനിസ്ട്രേഷനും അവർക്ക് കമ്മിറ്റീനെ ഉണ്ടാക്കാനും എല്ലാ കാര്യങ്ങളും. കൂടാതെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനും നല്ല പവർ ഉണ്ട്. അവർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. പ്രസിഡൻറ്റിനെ എലക്ട് ചെയ്യുന്നത് ഗവേണിംഗ് ബോഡിയാണ്. ദെൻ മെമ്പർഷിപ്പ് പറയുകയാണെങ്കിൽ
ആസ് പെർ റൂൾ 8 ഓഫ് ദി സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ റൂൾസ് 1957, 1957 സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ റൂൾസ് പ്രകാരം അതിലെ റൂൾ 8 പ്രകാരമാണ് എന്താണ് ഒരു മെമ്പറിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഏതിലാണ്? റൂൾ 8 എ പേഴ്സൺ ഷുഡ് പോസസ് ദ ഫോളോയിങ് ക്വാളിഫിക്കേഷൻ ടു ബിക്കം എ മെമ്പർ ഓഫ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ഒരു ആൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പറയുന്നത് ആസ് പെർ റൂൾ 8 ഓഫ് ദി സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻസ് റൂൾസ് 1957. അപ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ? ഒരു മെമ്പർക്ക് ഉണ്ടാവേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഹീ ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ റൂള്. രണ്ടാമത്തത് ഹീ ഷുഡ് ബി ലെസ് ദാൻ 21 ഇയേഴ്സ് ഓഫ് ഏജ്, അയാൾക്ക് 21 വയസ്സ് കുറയാൻ പാടില്ല. അതേപോലെ ഹീ ഷുഡ് ബി ലെസ് ദാൻ 21 ഇയേഴ്സ് ഓഫ് ഏജ്. അതേപോലെ he should not have been, he should be less than, he should not be ആണ് കേട്ടോ, he should not be less than 21 years of age ആണ്. മൂന്നാമത്തത് he should not have been adjudged bankrupt or insolvent and should not be convicted or fraud or dishonesty. ഒരു വ്യക്തി ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മെമ്പർ ആവണമെങ്കിൽ അയാൾ ബാങ്ക്രപ്സി ആവാൻ പാടില്ല, ഇൻസോൾവെൻ്റ് ആവാൻ പാടില്ല, ഏതെങ്കിലും തരത്തിൽ ഫോർജറി അല്ലെങ്കിൽ ഡിസോണസ്റ്റ് ആവാൻ പാടില്ല, ഫ്രോഡ് ആവാൻ പാടില്ല. ഇത്രയും ക്വാളിഫിക്കേഷൻ അയാൾക്ക് ഉണ്ടായിരിക്കണം. ദെൻ ഹീ ഷുഡ് നോട്ട് ബി എൻഗേജ്ഡ് ഇൻ എനി അതർ ബിസിനസ് ഓർ എംപ്ലോയ്മെൻറ്റ് എക്സെപ്റ്റ് ആസ് എൻ ഏജൻറ്റ് ഓഫ് ദി ബ്രോക്കർ. ഇയാൾ വേറൊരു ബിസിനസ്സിൽ എൻഗേജ്ഡ് ആവാൻ പാടില്ല എക്സെപ്റ്റ് ആസ് എൻ ഏജൻറ്റ് ഓഫ് ബ്രോക്കർ. ബ്രോക്കറിൻ്റെ ഏജൻറ്റ് അല്ലാത്ത തരത്തിലുള്ള ഒരു ബിസിനസ്സിലും അയാൾ എൻഗേജ്ഡ് ആവാൻ പാടില്ല. ഫിഫ്ത്ത് വൺ, ഹീ ഷുഡ് നോട്ട് ഹാവ് ബീൻ എക്സ്പെൽഡ് ബൈ എനി അതർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ ഡിക്ലെയർ ആസ് എ ഡിഫോൾട്ടർ ബൈ എനി അതർ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതേപോലെ ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത് ഇയാൾ വേറൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പുറത്താക്കപ്പെട്ട വ്യക്തിയോ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡിഫോൾട്ടറായിട്ട് കണക്കാക്കി പ്രഖ്യാപിച്ച വ്യക്തിയോ ആവാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് ഒരു മെമ്പർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ. ഒന്ന്, സിറ്റിസൺ ആവണം. 2, 21 ഇയേഴ്സിൻ്റെ കേസാണ്. മൂന്നാമത്തെ പറഞ്ഞത് ബാങ്ക്രപ്സി ഇൻസോൾവെൻ്റ് ആവാൻ പാടില്ല. നാലാമത്തത് ഇയാൾ മറ്റുള്ള ബിസിനസ്സിൽ എൻഗേജ്ഡ് ആവാൻ പാടില്ല. അയാൾക്ക് എന്തിൽ എൻഗേജ് ചെയ്യാം? ഒരു ബ്രോക്കറിൻ്റെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാം. ഫിഫ്ത്ത് വൺ, ഇയാളെ മറ്റൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് എക്സ്പെൽ ചെയ്യുകയോ മറ്റൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡിഫോൾട്ടർ ആണെന്ന് ഡിക്ലെയർ ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് മെമ്പർ ഓഫ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് വേണ്ട ക്വാളിഫിക്കേഷൻ.